സുഹൃത്തുക്കളെ, ഇസ്രായേൽ വലിയ പുരോഗമിച്ച രാഷ്ട്രമാണെന്നും അമേരിക്ക ലോകത്തിന് മാതൃകയായ നന്മകൾ മാത്രം ചെയ്യുന്ന രാജ്യമാണെന്നും പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം അമേരിക്കയുടെ തന്നെ ഇലോൺ മസ്കിന്റെ ഗ്രോക്ക് എന്ന ജനറേറ്റീവ് AI ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് എനിക്ക് ഉത്തരവും തന്നു. നമുക്ക് അതിലേക്ക് പോകാം. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ യുദ്ധക്കുറ്റങ്ങൾ എന്തൊക്കെയാണ്? ഗാസയിൽ ഇസ്രായേൽ നടത്തിയ യുദ്ധക്കുറ്റങ്ങൾ എന്ന വിഷയം അന്താരാഷ്ട്ര സമൂഹത്തിൽ ചർച്ചയും വിവാദവുമായ ഒന്നാണ്. ആംനസ്റ്റി ഇന്റർനാഷണലും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇസ്രായേൽ ഗാസയിൽ പാലസ്തീനികൾക്കെതിരെ നരവംശം നടത്തുന്നുണ്ടെന്ന് ആരോപിച്ചിട്ടുണ്ട്. ആഹാരവും വെള്ളവും തടയൽ. ഇസ്രായേൽ ഗാസയിലേക്കുള്ള ഭക്ഷണം, വെള്ളം, ഇന്ധനം, മരുന്ന് തുടങ്ങിയ അവശ്യ വസ്തുക്കളുടെ വിതരണം തടഞ്ഞതായി ആരോപിക്കപ്പെടുന്നു. ജയിലെന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷണം കിട്ടും, മരുന്നും കിട്ടും. ഇത് എല്ലാ ജയിലുണ്ട്. കേരളത്തിലെ ജയിലിലും ദുബായ് ജയിലിലുമൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് അനുഭവിച്ച കാര്യമാണ്. ജയിലിൽ കിടക്കുന്നത് കുറ്റം തെളിഞ്ഞവരാണ്, അല്ലെങ്കിൽ പ്രാഥമികമായി കുറ്റം ആരോപിക്കപ്പെട്ടവരാണ്. അങ്ങനെ ഒരു ആരോപണവും ഇല്ലാത്ത ആളുകളെയാണ് ഭക്ഷണവും മരുന്നും തടഞ്ഞിട്ട് ഇസ്രായേൽ ശിക്ഷിക്കുന്നത്. അത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്, യുദ്ധക്കുറ്റമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ശരിയുമല്ല. അതിനെ അനുകൂലിക്കാൻ ഒരു മനുഷ്യ സ്നേഹിക്ക് നീതിബോധമുള്ള ഒരാൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല. ആശുപത്രികൾക്കും ആരോഗ്യ സംവിധാനങ്ങൾക്കുമെതിരായ ആക്രമണം, അതെല്ലാം ബലപ്രയോഗത്തിലുള്ള സ്ഥലം മാറ്റം, തടവുകാരോടുള്ള ദുരുപയോഗവും പീഡനവും, ലൈംഗിക അതിക്രമണം, പട്ടിണി, ശരീരമർദ്ദനം എന്നിവ ഉൾപ്പെടുന്നു. കളക്റ്റീവ് പണിഷ്മെന്റ്. ഇത് ICC അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനും ഗാലന്റിനുമെതിരെ യുദ്ധക്കുറ്റങ്ങൾക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. BBC, UN, CNN അങ്ങനെ സകല പത്രങ്ങളും എല്ലാം ഹമാസ് അനുകൂലികളാണ്. അനുകൂലികൾ എന്നല്ല, അവർ വേറെ എന്തോ ഒരു ഓളം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ അതാണ് സ്വതന്ത്ര ചിന്തകരെന്ന് പറയുന്നവരുടെ അവസ്ഥ. ഇസ്രായേൽ ആരോപണങ്ങൾ നിഷേധിക്കുകയും തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഹമാസിനെതിരായ സ്വയം പ്രതിരോധമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു. അവർ ICCയുടെ അധികാരം അംഗീകരിക്കുന്നില്ല. ഞാൻ ഗാസയിലേക്കുള്ളതാണ് ചോദിച്ചത്, പക്ഷെ അത് ഇസ്രായേലിനായി പോയി. ഇപ്പോൾ ഇസ്രായേലിലേക്കുള്ള ഭക്ഷണവും മരുന്നും തടയുന്നുണ്ട്. 2025 മാർച്ച് 2 മുതൽ 2025 മാർച്ച് 26 വരെയുള്ള ഏറ്റവും പുതിയ ഡാറ്റ അനുസരിച്ചിട്ട് അവർ ഈ കാലയളവിൽ അവിടെ മരുന്നും ഭക്ഷണവും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്, കൊടുക്കുന്നില്ല. പിന്നെ പൊതുവെ മിക്കവരും ചോദിക്കുന്ന ഒന്നാണ്, മുസ്ലിം രാഷ്ട്രങ്ങളിൽ ജനാധിപത്യമില്ലല്ലോ. മുസ്ലിം രാഷ്ട്രങ്ങളിൽ ജനാധിപത്യമൊക്കെ ഉണ്ട്. അമുസ്ലിങ്ങളെ അധികാരത്തിൽ കയറ്റിയ ഒരുപാട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട്. ഇപ്പോഴും ആ മുസ്ലിങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്ന 87% മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളുണ്ട്. ആഫ്രിക്കയിലെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്, ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളല്ല. സെനഗൽ നമുക്കൊക്കെ അറിയാം. മിഡിൽ ഈസ്റ്റിലെ ജനാധിപത്യം തടയുന്നത് ആര് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ബംഗ്ലാദേശിൽ ജനാധിപത്യം വന്നാൽ അവിടെ ജമാഅത്ത് ഇസ്ലാമി വരും. ഇന്ത്യയിൽ ജനാധിപത്യം വന്നാൽ ഇവിടെ ഹൈന്ദവ തീവ്രവാദികളെ BJPക്കാർ വരും. അത് സ്വാഭാവികമാണ്. പാകിസ്ഥാനിൽ ജനാധിപത്യം വന്നു കഴിഞ്ഞാൽ അവിടെ മുസ്ലിം തീവ്രവാദികൾ അവിടെ അധികാരത്തിൽ വരും. അതിൽ യാതൊരു സംശയവുമില്ല. ഈജിപ്തിലെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട മുർസിയെ താഴെ ഇറക്കിയതിന് പിന്നിൽ ഇസ്രായേൽ ആണോ എന്നുള്ളത് ഞാൻ ചോദിച്ചു. ഈജിപ്തിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മുർസി അട്ടിമറിയിലൂടെ താഴേക്ക് ഇറക്കിയതിന് പിന്നിൽ ഇസ്രായേൽ ഉണ്ടോ എന്ന ചോദ്യം സങ്കീർണവും വിവാദപരവുമാണ്. ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിലെത്താൻ പ്രയാസമുണ്ട്. എന്നാൽ ചില ചരിത്രപരവും രാഷ്ട്രീയവുമായ സൂചനകൾ ഇതിനെക്കുറിച്ച് ചർച്ചയ്ക്ക് വഴിതെളിക്കുന്നുണ്ട്. 2012 ഈജിപ്തിൽ ആദ്യ ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റായ അധികാരത്തിലെത്തിയത്. ഇപ്പൊ ഈജിപ്തിലെ പ്രസിഡന്റ് മുർസി മുസ്ലിം ബ്രദർഹുഡിന്റെ ആളായിരുന്നു. മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ സംഘപരിവാർ പോലത്തെ ഒരു മത തീവ്രവാദ സംഘടനയാണ്. പക്ഷെ 2013 ജൂലൈ 3 ഈജിപ്ഷ്യൻ സൈന്യം ജനറൽ അബ്ദുൽ ഫത്താ അൽ സിസിയുടെ നേതൃത്വത്തിൽ മുർസിയെ പുറത്താക്കി, ഭരണഘടന റദ്ദാക്കി. 2019 ഇസ്രായേൽ ബ്രിഗേഡിയർ ജനറൽ ആര്യ എൽദാദ് മാരിവ് എന്ന പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ മുർസി 1989 ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി റദ്ദാക്കാനും സിനായ് മരുഭൂമിയിൽ ഈജിപ്ഷ്യൻ സൈന്യത്തിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും ഉദ്ദേശിച്ചിരുന്നതായി ഇസ്രായേൽ ഭയപ്പെട്ടിരുന്നുവെന്ന് പറഞ്ഞു. ഇതിന്റെ ഫലമായി ഇസ്രായേൽ അൽ സിസി അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുവെന്നും അന്നത്തെ US ഭരണകൂടത്തെ ഒബാമ ഭരണകാലം ഈ നീക്കത്തെ എതിർക്കാതിരിക്കാൻ ബോധ്യപ്പെടുത്തിയെന്നും അയാൾ സൂചിപ്പിച്ചു. ഈ പ്രസ്താവന ഇസ്രായേലിന് നേരിട്ടുള്ള ഇടപെടലിന് സൂചനയായി ചിലർ വ്യാഖ്യാനിക്കുന്നു. മുർസി ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. സയനിസ്റ്റുകൾക്ക് പലസ്തീന് സ്ഥാനമില്ല എന്ന് പ്രസ്താവിച്ചിരുന്നു. കൂടാതെ പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പരസ്യമായി വാദിച്ചിരുന്നു. പിന്നെ സിനായി മേഖലയിൽ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനൊക്കെ മുർസി ശ്രമിച്ചിരുന്നു. അത് കാരണം ഈജിപ്തിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അട്ടിമറിക്കപ്പെട്ടു. അതിനെ അമേരിക്ക അനുകൂലിക്കുകയാണ് ചെയ്തത്. അമേരിക്ക ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്ന അമേരിക്ക US നിലപാട് ഒബാമ ഭരണകൂടം അട്ടിമറിയെ കൂപ്പെന്ന് വിളിക്കാതിരുന്നത് വിമർശനത്തിന് ഇടയാക്കി. അപ്പോൾ
ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ജനാധിപത്യം വരുന്നത് ഇസ്രായേലിന് താല്പര്യമില്ല. അവരുടെ പാവ സർക്കാരുകളെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. മധ്യപൗരസ്ത്യ ദേശത്ത് ജനാധിപത്യം വന്നാൽ അത് ഇസ്രായേലിന് ദോഷമല്ലേ? മധ്യപൗരസ്ത്യ ദേശത്ത് ജനാധിപത്യം വന്നാൽ അത് ഇസ്രായേലിന് ദോഷകരമാകുമെന്നുള്ള ചോദ്യം സങ്കീർണ രാഷ്ട്രീയപരമായ വിഷയമാണ്. ജനാധിപത്യം ഇസ്രായേലിന് ദോഷമാകാനുള്ള സാധ്യത, അറബ് ജനതയുടെ ഇസ്രായേൽ വിരുദ്ധ വികാരം. കാരണം സ്വാഭാവികമായിട്ടും അറബികൾ ഇസ്രായേലിനെതിരാണ്, കാരണം അവർ ജൂതരാഷ്ട്രത്തിനെതിരാണ്. ജനാധിപത്യം വന്നു കഴിഞ്ഞാൽ അവിടെ ജനവികാരം പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ് നടക്കുക, അധികാരത്തിൽ വരിക, അങ്ങനെയുള്ള സർക്കാരുകളായിരിക്കും. അത് ഇസ്രായേലിന് ഭീഷണിയാണ്. ഇസ്രായേൽ ഒരിക്കലും മധ്യപൗരസ്ത്യ ദേശത്ത് ജനാധിപത്യം വരാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് മുർസിയെ അധികാരത്തിൽ നിന്നും അകറ്റിയത് ഇസ്രായേലാണ്. 2006 ഗാസയിൽ ഹമാസും തെരഞ്ഞെടുക്കപ്പെട്ട് വന്നവരാണ്. അതും ഇസ്രായേലിന് എതിരായ ആളുകളാണ്. ഇസ്രായേലിനെതിരായ സൈനിക രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിക്കും. ഇസ്രായേലിന് ഈജിപ്തുമായും ജോർദാനുമായുമുള്ള സമാധാന കരാറുകളുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങൾ ജനാധിപത്യം വന്നാൽ ജനവികാരം ഈ ഉടമ്പടികളെ ചോദ്യം ചെയ്യാൻ ഇടയാക്കും. മുർസി ഈജിപ്തിൽ അധികാരത്തിലിരുന്നപ്പോൾ ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി പരിശോധിക്കാനുള്ള സമ്മർദ്ദം ഉയർന്നിരുന്നു. ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരുകൾ പാലസ്തീന സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പിന്തുണ നൽകിയേക്കാം. ഇത് ഇസ്രായേലിന്റെ ഗാസ, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലെ നിയന്ത്രണത്തിന് വെല്ലുവിളിയാകും. ടുണീഷ്യയിൽ മിതവാദികളായ ഭരണകൂടങ്ങൾ വന്നു, അതുകൊണ്ട് അവർ ഇസ്രായേലിന് ഭീഷണി ഉയർത്തിയില്ല. ജനാധിപത്യ രാജ്യങ്ങൾ സാമ്പത്തിക വികസനത്തിന് മുൻഗണന നൽകിയാൽ ഇസ്രായേലുകളുമായുള്ള സഹകരണം നേടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഏകാധിപതികൾ ഭരിക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കൻ നയം അവർ നടപ്പിലാക്കുന്നു. അല്ലെങ്കിൽ അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തുന്നു. ജനാധിപത്യം വന്നാൽ ജനവികാരം പ്രതിഫലിക്കും. ഭരണകൂടത്തിന് അട്ടിമറിയെ ഭയക്കേണ്ടതുമില്ല, ശരിയല്ലേ? ഇതിന്റെ നിരീക്ഷണം ഒരു പരിധിവരെ ശരിയാണ്. മധ്യപൗരസ്ത്യ ദേശത്ത് നിലവിലെ രാഷ്ട്രീയ ഘടനയെയും അന്താരാഷ്ട്ര ശക്തികളുടെ സ്വാധീനത്തെയും അടിസ്ഥാനമാക്കി വിലയിരുത്തുമ്പോൾ നിന്റെ വാദത്തിന്റെ പ്രധാന പോയിന്റുകൾ വിശകലനം ചെയ്യാം. ഏകാധിപതികളും അമേരിക്കൻ നയവും. നീ പറഞ്ഞത് ശരി. മിഡിൽ ഈസ്റ്റിലെ ഏകാധിപതികൾ ഭരിക്കുന്ന പല രാജ്യങ്ങളും, ഉദാഹരണം സൗദി അറേബ്യ, ഈജിപ്ത്, ജോർദാൻ, അമേരിക്കയുടെ സഖ്യകക്ഷികളാണ്. ഈ ഭരണകൂടങ്ങൾ അമേരിക്കൻ താല്പര്യങ്ങൾ, ഇസ്രായേലുമായുള്ള സമാധാനം, എണ്ണ വ്യവസായത്തിന്റെ സ്ഥിരത, ഇറാനെതിരായ നിലപാട് നടപ്പാക്കുന്നതിൽ സഹകരിക്കുന്നു. ഈജിപ്ത് അൽഫത്ത അൽ-സീസി 2013 അധികാരത്തിൽ വന്നതിനു ശേഷം അമേരിക്കയിൽ നിന്ന് പ്രതിവർഷം $1.3 ബില്യൺ സൈനിക സഹായം ലഭിക്കുന്നുണ്ട്. ഇതിന് പകരമായി ഈജിപ്ത് ഇസ്രായേലുമായുള്ള 1979 ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി പാലിക്കുന്നു. സൗദി അറേബ്യ. അമേരിക്കൻ ആയുധ വിൽപ്പനയും സൈനിക പിന്തുണയും സൗദി ഭരണകൂടത്തിന്റെ സ്ഥിരതയ്ക്ക് അത്യാവശ്യമാണ്. അവർ ഇസ്രായേലിനെ പരോക്ഷമായി സഹകരിക്കുകയും ഇറാനെതിരെ നിലകൊള്ളുകയും ചെയ്യുന്നു. ഈ ഏകാധിപതികൾ അമേരിക്കൻ നയം നടപ്പാക്കാതിരുന്നാൽ അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന ഭീഷണി പരോക്ഷമായി നിലനിൽക്കുന്നുണ്ട്. ഇത് 2019 അറബ് വസന്തത്തിൽ കണ്ടു. മുബാറക്, ബെൻ അലി പോലുള്ളവർക്ക് അമേരിക്കയുടെ പിന്തുണ നഷ്ടപ്പെട്ടപ്പോൾ അവർ നിലപരിശായി അല്ലെങ്കിൽ അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ജനാധിപത്യവും ജനവികാരവും. നിന്റെ രണ്ടാമത്തെ പോയിന്റ്, ജനാധിപത്യം വന്നാൽ ജനവികാരം പ്രതിഫലിക്കും, ശരിയാണ്. മധ്യപൗരസ്ത്യ ജനതക്കിടയിൽ ഇസ്രായേലിനോടും അമേരിക്കയോടും എതിർപ്പ് വ്യാപകമാണ്. പ്രധാനമായും പലസ്തീൻ പ്രശ്നം, ഇറാഖ് യുദ്ധം, ഡ്രോൺ ആക്രമണങ്ങൾ എന്നിവ മൂലം ജനാധിപത്യ തെരഞ്ഞെടുപ്പുകൾ നടന്നാൽ മുസ്ലിം ബ്രദർഹുഡ്, ഹമാസ്, അന്നഹദ പോലുള്ള ഉള്ളവർക്ക് ജനപിന്തുണ ലഭിക്കാം. ഇവർ അമേരിക്കൻ ഇസ്രായേൽ നയങ്ങൾക്കെതിരാണ്. ജനകീയ നയങ്ങൾ. ജനാധിപത്യ ഭരണകൂടങ്ങൾ പാലസ്തീനെ പിന്തുണയ്ക്കുകയും ഇസ്രായേലുമായുള്ള സമാധാന ഉടമ്പടികൾ പുനഃപരിശോധിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. അട്ടിമറി ഭയമില്ലാത്ത ഭരണം. നിന്റെ മൂന്നാമത്തെ വാദം, ജനാധിപത്യ ഭരണകൂടങ്ങൾക്ക് അട്ടിമറിയെ ഭയക്കേണ്ടതില്ല. ഒരു പരിധിവരെ ശരിയാണ്. ജനപിന്തുണയുള്ള സർക്കാർ അധികാരത്തിലേറിയാൽ സൈന്യത്തിന് വിദേശ ശക്തികൾക്ക് അവരെ പുറത്താക്കാൻ എളുപ്പമല്ല. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല. 2013 ഈജിപ്തിൽ മുർസി അട്ടിമറിച്ചത് കാണിക്കുന്നത് ജനാധിപത്യ ഭരണമുണ്ടായാലും അമേരിക്കയോ സൗദിയെ പോലുള്ള രാജ്യങ്ങളോ സൈന്യത്തെ പിന്തുണച്ച് ഇടപെടാം. ജനാധിപത്യം വന്നാലും സാമ്പത്തിക പ്രതിസന്ധി, വിഭാഗീയത അല്ലെങ്കിൽ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടായാൽ അത് അട്ടിമറിക്ക് വഴിയൊരുക്കാം. നിന്റെ നിരീക്ഷണം ശരിയാണ്. നിലവിൽ മിഡിൽ ഈസ്റ്റിൽ ഏകാധിപതികൾ അമേരിക്കൻ നയങ്ങൾ നടപ്പാക്കാൻ നിർബന്ധിതരാണ്. കാരണം അവരുടെ ഭരണം അമേരിക്കൻ പിന്തുണയെ ആശ്രയിച്ചിരിക്കുന്നു. ജനാധിപത്യം വന്നാൽ ജനവികാരം പ്രതിഫലിക്കും. അത് പലപ്പോഴും അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരായിരിക്കും. ഇത് അമേരിക്കൻ സ്വാധീനം കുറക്കുകയും ഇസ്രായേലിന് ഭീഷണി ഉയർത്തുകയും ചെയ്യും. എന്നാൽ ജനാധിപത്യ ഭരണങ്ങൾ പൂർണ്ണമായി അട്ടിമറി പ്രതിരോധികളാകുമെന്ന് പറയാൻ പ്രയാസമാണ്. കാരണം വിദേശ ശക്തികൾക്ക് ഇപ്പോഴും സൈനിക സാമ്പത്തിക ഇടപെടലിലൂടെ സ്വാധീനം ചെലുത്താം. നിന്റെ കാഴ്ചപ്പാടിൽ ജനാധിപത്യം ഈ മേഖലയിൽ അമേരിക്കയുടെ ആധിപത്യം പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്നോട് ചാറ്റ് GPT ഇങ്ങോട്ട് ചോദിച്ചു. ഇസ്ലാമിൽ അവാന്തര മതവിഭാഗീയതയും പ്രാകൃത മതചിന്തകളും അവരുടെ ഐക്യത്തെയും പുരോഗമനത്തെയും ബാധിക്കുന്നില്ലേ? അതുകൊണ്ടല്ലേ വിദേശ ശക്തികൾ പാവരാജാക്കന്മാരെ വെച്ച് അവരെ ഭരിക്കുന്നത്? പെട്രോളിയം പോലെയുള്ള സമ്പത്ത് കൊള്ളയടിക്കുന്നത്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ ഡോളറിൽ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന നിബന്ധന വിദേശ പണം അമേരിക്കൻ ട്രഷറിയിൽ എത്തിക്കുന്നില്ലേ?
എന്നുള്ള ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചു. നിന്റെ ചോദ്യം മധ്യപൗരസ്ത്യ രാഷ്ട്രീയ സാമ്പത്തിക ഭരണപരമായ സങ്കീർണതകളിലേക്കാണ് വെളിച്ചം വീശുന്ന ഒന്നാണ്. നിന്റെ വാദങ്ങൾ ഘട്ടഘട്ടമായി വിശകലനം ചെയ്യാം. ഇസ്ലാമിലെ അവാന്തര മതവിഭാഗ്യതയും പ്രാകൃത മതചിന്തകളും. ആദ്യ നിരീക്ഷണം, ഇസ്ലാമിനുള്ളിലെ വിഭാഗ്യത, ഷിയ, സുന്നി, വഹാബിസം, സൂഫിസം തുടങ്ങിയവ ചില പ്രാകൃത മതവീക്ഷണങ്ങളും അവരുടെ ഐക്യത്തെയും പുരോഗതിയെയും ബാധിക്കുന്നു എന്നത് ഒരു പരിധിവരെ ശരിയാണ്. ഷിയ സുന്നി സംഘർഷം, ഇറാൻ ഷിയ ഭൂരിപക്ഷം, സൗദി അറേബ്യ സുന്നി ഭൂരിപക്ഷം തമ്മിലുള്ള മതപരവും രാഷ്ട്രീയവുമായ മത്സരം മേഖലയിൽ അസ്ഥിരത വർദ്ധിപ്പിക്കുന്നു. യമൻ, സിറിയ, ഇറാഖ് എന്നിവിടങ്ങളിലെ പ്രോക്സി യുദ്ധങ്ങൾ ഇതിന്റെ ഉദാഹരണമാണ്. വഹാബിസവും മറ്റു തീവ്രവാദവും. സൗദി അറേബ്യയിൽ നിന്ന് ഉത്ഭവിച്ച വഹാബി ആശയങ്ങൾ IS, അൽ-ഖായിദ പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ പ്രചോദിപ്പിച്ച് ഇത് ആഭ്യന്തര സമാധാനവും വികസനവും തടസ്സപ്പെടുത്തി. പ്രാകൃത ചിന്തകൾ. ചില മത നേതാക്കൾ പഴയകാല നിയമങ്ങൾ, ഉദാഹരണത്തിന് ശരീരത്തിന്റെ കർക്കശ വ്യാഖ്യാനം, സ്ത്രീകളുടെ അവകാശ നിഷേധം പിന്തുടരുന്നത്, വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, സാമൂഹിക പരിഷ്കരണം എന്നിവയിൽ പിന്നോട്ടടിക്ക് കാരണമാകുന്നു. ഈ വിഭാഗീയതയും പിന്തിരിപ്പൻ ചിന്തകളും മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഒരു ഏകീകൃത മുന്നണി രൂപീകരിക്കുന്നതിന് തടസ്സമാകുന്നു. ഉദാഹരണത്തിന് 1979 ഇറാൻ വിപ്ലവത്തിന് ശേഷം ഷിയ സുന്നി വിഭജനം മധ്യപൗരസ്ത്യ ഐക്യത്തിന് വലിയ തിരിച്ചടിയായി. വിദേശ ശക്തികളും പാവരാജാക്കന്മാരും. എന്റെ രണ്ടാമത്തെ വാദം, ഈ ദൗർബല്യം മുതലെടുത്ത വിദേശ ശക്തികൾ, പ്രധാനമായും അമേരിക്ക, പാശ്ചാത്യ രാജ്യങ്ങൾ പാവരാജാക്കന്മാരെ അധികാരത്തിൽ നിർത്തി ഭരിക്കുന്നു എന്നത് ചരിത്രപരമായി ശരിയാണ്. ഹൊസ്നി മുബാറക്കിന് 30 വർഷം അമേരിക്ക പിന്തുണച്ചു. കാരണം അവൻ ഇസ്രായേലുമായുള്ള സമാധാനവും അമേരിക്കൻ താല്പര്യങ്ങളും സംരക്ഷിച്ചു. സൗദി അറേബ്യ രാജകുടുംബം അമേരിക്കയുമായി എണ്ണ വ്യാപാരത്തിലും സൈനിക സഹകരണത്തിലും ബന്ധപ്പെട്ടിരിക്കുന്നു. 1945 റൂസ്വെൽറ്റ് ഇബ്നു സൗദ് ഉടമ്പടി ഇതിന് തുടക്കമായിരുന്നു. ഇറാഖ് സദ്ദാം ഹുസൈൻ. 1980-കളിൽ ഇറാനെതിരെ അമേരിക്ക സദ്ദാമിനെ പിന്തുണച്ചു. പിന്നീട് 2003 അവനെ പുറത്താക്കി. ഈ രാജാക്കന്മാർ ജനവികാരത്തിന് വിരുദ്ധമായ അമേരിക്കൻ നയങ്ങൾ നടപ്പിലാക്കുന്നതിനാൽ അധികാരത്തിൽ നിലനിർത്താൻ വിദേശ സഹായവും സൈനിക പിന്തുണയും ആവശ്യമാണ്. ഇത് അവരെ പാവകളാക്കി മാറ്റുന്നു. 3. പെട്രോളിയം സമ്പത്തിന്റെ കൊള്ള. എന്റെ മൂന്നാമത്തെ പോയിന്റ്, പെട്രോളിയം പോലുള്ള സമ്പത്ത് വിദേശ ശക്തികൾ കൊള്ളയടിക്കുന്നത് എന്നത് വാസ്തവമാണ്. എണ്ണ കമ്പനികൾ, ബ്രിട്ടീഷ് പെട്രോളിയം, ഷെവ്രോൺ, എക്സോൺ മൊബൈൽ പോലുള്ള അമേരിക്കൻ ബ്രിട്ടീഷ് കമ്പനികൾ മധ്യപൗരസ്ത്യ എണ്ണ വ്യവസായത്തിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ അവർ എണ്ണ ഖനനം നിയന്ത്രിച്ചു. 1953 ഇറാൻ കൂപ്പ്, അട്ടിമറി. ഇറാന്റെ ജനാധിപത്യ പ്രധാനമന്ത്രി മുഹമ്മദ് മൊസദ്ദിഖ് എണ്ണ വ്യവസായം ദേശസാൽക്കരിക്കാൻ ശ്രമിച്ചപ്പോൾ അമേരിക്കയും ബ്രിട്ടനും അവരെ അട്ടിമറിച്ച് ഷാ പഹലവിയെ അധികാരത്തിൽ കൊണ്ടുവന്നു. ഇതാണ് ഇവരുടെ ജനാധിപത്യ ബോധം. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇവരുടെ സ്വതന്ത്ര ചിന്തകരെന്ന് പറയുന്ന കുറെ ആളുകൾ വാദിക്കുന്നത്. പെട്രോ ഡോളർ സംവിധാനവും അമേരിക്കൻ ട്രഷറിയും. ഇതിന്റെ അവസാന വാദം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ ഡോളറിൽ മാത്രം വിൽക്കണമെന്ന നിബന്ധന അമേരിക്കൻ ട്രഷറിയിലേക്ക് വിദേശ പണം എത്തിക്കുന്നത് കൃത്യമാണ്. പെട്രോ ഡോളർ ഉടമ്പടി. 1974 അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു കരാർ ഉണ്ടായി. സൗദി എണ്ണ ഡോളറിൽ മാത്രം വിൽക്കും. അതിന്റെ ലാഭം US ട്രഷറി ബോണ്ടുകളിൽ നിക്ഷേപിക്കും. ഇത് ഡോളറിന്റെ ആഗോള ആധിപത്യം ഉറപ്പാക്കി. ആഗോള പ്രത്യാഘാതം. OPEC രാജ്യങ്ങൾ സൗദി, കുവൈത്ത് ഡോളറിൽ എണ്ണ വിൽക്കുന്നതിനാൽ ലോകരാജ്യങ്ങൾ ഡോളർ ശേഖരിക്കാൻ നിർബന്ധിതരാകുന്നു. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥക്ക് ശക്തി പകരുന്നു. ഉദാഹരണങ്ങൾ, സദ്ദാം ഹുസൈൻ 2000 യൂറോയിൽ എണ്ണ വിൽപ്പന തുടങ്ങി. ഗദ്ദാഫി ആഫ്രിക്കൻ ദിനാർ നിർദ്ദേശിച്ചു. എന്നിവർ പെട്രോൾ ഡോളർ ഉപേക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അമേരിക്ക അവരെ പുറത്താക്കി. എന്റെ വാദങ്ങൾ ശരിയാണ്. ഇസ്ലാമിനുള്ളിലെ വിഭാഗീയതയും പിന്തിരിപ്പൻ ചിന്തകളും മധ്യപൗരസ്ത്യ ജനതയുടെ ഐക്യത്തെയും പുരോഗതിയും ദുർബലപ്പെടുത്തുന്നു. ഇത് വിദേശ ശക്തികൾക്ക്, അമേരിക്കൻ, പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പാവരാജാക്കന്മാരെ ഉപയോഗിച്ച് മേഖല നിയന്ത്രിക്കാൻ അവസരമൊരുക്കുന്നു. പെട്രോളിയം സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്നു. പെട്രോ ഡോളർ സംവിധാനം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. ഈ വ്യവസ്ഥയിൽ ജനാധിപത്യമില്ലാത്തതിനാൽ ജനവികാരം അടിച്ചമർത്തപ്പെടുന്നു. ഇത് വിദേശ ശക്തികൾക്ക് അനുകൂലമാണ്. നിന്റെ അഭിപ്രായത്തിൽ ഈ വിഭാഗീയത ഇല്ലായിരുന്നുവെങ്കിൽ മധ്യപൗരസ്ത്യ വിദേശം ആധിപത്യത്തിൽ മുക്തമാകുമായിരുന്നു എന്ന് എന്നോട് ചോദിക്കുകയാണ്. ഇസ്രായേൽ ഒരു ജൂതരാഷ്ട്രമല്ലേ? എന്നിട്ടും അമേരിക്ക ഒരു മതരാഷ്ട്രത്തെ പിന്തുണക്കുന്നത് അവരുടെ സാമ്രാജ്യത്വ മോഹങ്ങളല്ലേ? അതിലൂടെ മിഡിൽ ഈസ്റ്റ് ഭരണാധികാരികളെ നിയന്ത്രിക്കാൻ സാധിക്കുമല്ലോ. പാലസ്തീൻ രാജ്യം പാലസ്തീനികളുടെ അവകാശമല്ലേ? അവർ അത് അർഹിക്കുന്നില്ലേ? മറ്റു സ്ഥലങ്ങളിൽ ജനിച്ച ജൂതനേക്കാളും അവകാശം തലമുറകളായി ജീവിക്കുന്ന പാലസ്തീനികൾക്ക് പാലസ്തീനിൽ ഇല്ലേ എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചു. എന്റെ ചോദ്യങ്ങൾ മധ്യപൗരസ്ത്യ ദേശത്തിന്റെ രാഷ്ട്രീയവും മനുഷ്യാവകാശവുമായ സങ്കീർണതകളിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. ഓരോ പോയിന്റും വിശകലനം ചെയ്യാം. ഇസ്രായേൽ ഒരു ജൂതരാഷ്ട്രമല്ലേ? അമേരിക്കയുടെ പിന്തുണ സാമ്രാജ്യത്വ മോഹമല്ലേ? ഇസ്രായേൽ ഒരു ജൂതരാഷ്ട്രമാണ്. അതെ. ഇസ്രായേൽ 1948 സ്ഥാപിതമായപ്പോൾ
ജൂത ജനതയുടെ ദേശീയ ഭവനം എന്നാണ് സ്വയം നിർവചിച്ചത്. 2018 നാഷൻ സ്റ്റേറ്റ് ലോ ഇസ്രായേലിന് ഔദ്യോഗികമായി ജൂത ജനതയുടെ രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചു. ഇത് അവിടെ താമസിക്കുന്ന 20% അറബ് പാലസ്തീനി ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്യപ്പെടുത്തി. അമേരിക്കയുടെ പിന്തുണ. അമേരിക്ക ഇസ്രായേലിന് പ്രതിവർഷം $3.8 ബില്യൺ സൈനിക സാമ്പത്തിക സഹായം നൽകുന്നു. നിന്റെ വാദം ഇത് സാമ്രാജ്യത്വ മോഹത്തിന്റെ ഭാഗമാണെന്നത് ഒരു പരിധിവരെ ശരിയാണ്. അമേരിക്കൻ പിന്തുണക്ക് പിന്നിൽ തന്ത്രപരമായ താല്പര്യങ്ങൾ. മിഡിൽ ഈസ്റ്റിൽ ഒരു വിശ്വസ്ത സഖ്യകക്ഷി എന്ന നിലയിൽ ഇസ്രായേൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ എണ്ണ, ഇറാൻ നിയന്ത്രണം, സോവിയറ്റ് റഷ്യൻ സ്വാധീനം തടയൽ സംരക്ഷിക്കുന്നു. മത സാംസ്കാരിക ഘടകം. അമേരിക്കയിലെ ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ ബൈബിൾ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിനെ പിന്തുണക്കുന്നു. ഇത് മതപരമായ കാരണം കൂടിയാണ് അമേരിക്കൻ. ഇത് രാഷ്ട്രീയ സമ്മർദ്ദമായി മാറുന്നു. ഇസ്രായേലിനെ പിന്തുണക്കുന്നതിലൂടെ അമേരിക്ക മിഡിൽ ഈസ്റ്റിലെ ഭരണാധികാരികളെ നിയന്ത്രിക്കാൻ ശക്തി നേടുന്നു. ഈ രാജ്യങ്ങൾ ഇസ്രായേലുമായി സമാധാനം പാലിക്കാൻ നിർബന്ധിതരാകുന്നു, അല്ലെങ്കിൽ അമേരിക്കൻ സഹായം നഷ്ടപ്പെടും. അതിനാൽ അമേരിക്കയുടെ പിന്തുണ ഒരു മതരാഷ്ട്രത്തിന് മാത്രമല്ല, മറിച്ച് സാമ്രാജ്യത്വ തന്ത്രത്തിന്റെ ഭാഗമായാണ് മേഖലയിൽ ആധിപത്യം നിലനിർത്താൻ. പാലസ്തീൻ രാജ്യം പാലസ്തീനികളുടെ അവകാശമല്ലേ? അവർ അത് അർഹിക്കുന്നില്ലേ? ചരിത്രപരമായ പാലസ്തീനികൾ തലമുറകളായി ആ ഭൂമിയിൽ ജീവിച്ചവരാണ്. ഒട്ടോമൻ കാലഘട്ടത്തിന് മുമ്പ് അവർ അവിടെ കൃഷിയും സംസ്കാരവും വളർത്തിയെടുത്തു. 1948 നക്ബ വരെ പലസ്തീനിൽ 70% ജനസംഖ്യയും അറബ്, മുസ്ലിം, ക്രിസ്ത്യൻ പാലസ്തീനികളായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ 1947 പാർട്ടിഷൻ പ്ലാൻ പാലസ്തീനെ ഒരു അറബ് രാഷ്ട്രവും ജൂതരാഷ്ട്രവുമായി വിഭജിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ 1948 യുദ്ധത്തിൽ ഇസ്രായേൽ 78% ഭൂമി പിടിച്ചെടുത്തു. പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമായില്ല. 1967 6 ദിവസത്തെ യുദ്ധം ഗാസയും വെസ്റ്റ് ബാങ്കും ഇസ്രായേൽ കീഴടക്കി. അന്താരാഷ്ട്ര നിയമപ്രകാരം പാലസ്തീനികൾക്ക് സ്വന്തം രാഷ്ട്രത്തിന് അധികാരമുണ്ട്, അതിനാൽ അവർ അത് അർഹിക്കുന്നു എന്ന വാദത്തിന് ശക്തമായ അടിത്തറയുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ ജനിച്ച ജൂതന്മാർക്ക് പാലസ്തീനിൽ അവകാശം കുറവല്ലേ? ജൂതന്മാരുടെ അവകാശവാദം. ഇസ്രായേലിന് സയനിസ്റ്റ് ആശയം പറയുന്നത് പാലസ്തീൻ ജൂതന്മാരുടെ പൂർവിക ഭൂമി ആണെന്നാണ്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് റോമക്കാർ ജൂതന്മാരെ പുറത്താക്കിയെങ്കിലും അവർക്ക് ആ ഭൂമിയിലേക്ക് തിരിച്ചു വരാനുള്ള അവകാശമുണ്ടെന്നാണ് വാദം. 20ാം നൂറ്റാണ്ടിൽ യൂറോപ്പ്, റഷ്യ, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ജൂതന്മാർ പാലസ്തീനിലേക്ക് കുടിയേറി. പാലസ്തീനികളുടെ തുടർച്ചയായ സാന്നിധ്യം. നിന്റെ വാദം തലമുറകളായി പാലസ്തീനിൽ ജീവിക്കുന്നവർക്ക് കൂടുതൽ അവകാശമുണ്ടെന്നത് യുക്തിസഹമാണ്. 1948 മുമ്പ് ജൂതന്മാർ പാലസ്തീനിൽ 6-10% മാത്രമായിരുന്നു. ബാക്കി അറബ് ജനതയായിരുന്നു. കുടിയേറ്റത്തിന്റെ ഫലമായാണ് ജൂത ജനസംഖ്യ വർദ്ധിച്ചത്. അത് പാലസ്തീനികളെ അവരുടെ ഭൂമിയിൽ നിന്ന് പിന്തള്ളി. 7 ലക്ഷത്തിലധികം അഭയാർത്ഥികൾ. നൈതിക ചോദ്യം. ഒരു ജനതയുടെ ചരിത്രപരമായ അവകാശവാദം മറ്റൊരു ജനതയുടെ നിലവിലുള്ള താമസത്തെ അത് അസാധുവാക്കണോ? പാലസ്തീനികൾക്ക് തലമുറകളുടെ തുടർച്ചയായി ഭൂമിയോടുള്ള ബന്ധമുള്ളപ്പോൾ പുറത്തു ജനിച്ച ജൂതന്മാർക്ക് അവിടം അവകാശപ്പെടുന്നത് നീതിപൂർവകമാണോ എന്ന് വിമർശിക്കപ്പെടുന്നു. ഇസ്രായേൽ ഒരു ജൂതരാഷ്ട്രമാണെങ്കിലും അമേരിക്കയുടെ പിന്തുണ സാമ്രാജ്യത്വ തന്ത്രത്തിന്റെ ഭാഗമാണ്. മിഡിൽ ഈസ്റ്റിൽ നിയന്ത്രണം നിലനിർത്താൻ ഇത് ഭരണാധികാരികളെ അമേരിക്കയുടെ പാവകളാക്കി മാറ്റുന്നു. നിന്റെ നിരീക്ഷണം ശരിയാണ്. പാലസ്തീനിന്റെ അവകാശം. പാലസ്തീനികൾക്ക് അവരുടെ ഭൂമിയിൽ രാഷ്ട്രം സ്ഥാപിക്കാൻ അവകാശമുണ്ട്. അത് അന്താരാഷ്ട്ര നിയമവും ചരിത്രവും പിന്തുണക്കുന്നു. തലമുറകളായി അവിടെ ജീവിക്കുന്നവർ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വന്നവരെക്കാൾ ശക്തമായ അവകാശമുണ്ട് എന്നത് യുക്തിസഹമാണ്. എന്നാൽ ഇസ്രായേലിന്റെ നിലനിൽപ്പും ജൂതന്മാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഒരു പരിഹാരം ദ്വിരാഷ്ട്രവാദം ആണ്. നിന്റെ വാദം പാലസ്തീനിന്റെ അവകാശം അംഗീകരിക്കപ്പെട്ടാൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനം സാധ്യമാകും എന്നാണോ? തീർച്ചയായും സാധ്യമാകേണ്ടതാണ്. എല്ലാ മതരാഷ്ട്രങ്ങളും ഇല്ലാതാവണം. ആധുനിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനാധിപത്യപരമായി അവരവരുടെ കാര്യങ്ങൾ പരസ്പരം ആലോചിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കണം. ഇസ്രായേൽ, സൗദി, UAE, ബഹ്റൈൻ, കുവൈത്ത് അടക്കമുള്ള മത രാജ്യങ്ങൾക്ക് അമേരിക്ക പിന്തുണ കൊടുക്കുന്നത് നിർത്തുകയും ആ മതരാജ്യങ്ങൾ ഇല്ലാതാവുകയും അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയെ പോലെയുള്ള മതരഹിതർ അവിടങ്ങളിൽ ഭൂരിപക്ഷമാവുകയും ചെയ്താൽ മിഡിൽ ഈസ്റ്റ് യുദ്ധങ്ങളില്ലാത്ത സുന്ദര ഭൂമിയാകില്ലേ? എന്റെ കാഴ്ചപ്പാട് ഒരു ആദർശപരവും മനുഷ്യത്വപരവുമായ ലോകത്തെ സങ്കല്പിക്കുന്നതാണ്. മതരാഷ്ട്രങ്ങൾ ഇല്ലാതാവുകയും ജനാധിപത്യവും മതേതരത്വവും ആധുനിക മൂല്യങ്ങൾ അടിസ്ഥാനമാക്കി ഒരു സമാധാനപൂർണമായ മധ്യപൗരസ്ത്യ ദേശം ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ ആശയത്തെ വിശകലനം ചെയ്യാം. മതരാഷ്ട്രങ്ങൾ ഇല്ലാതാവുക എന്നത് ഇസ്രായേലിന്റെ മതരാഷ്ട്ര സ്വഭാവം. ഇസ്രായേൽ ഒരു ജൂതരാഷ്ട്രം എന്നത് നിർവചനം ഉപേക്ഷിച്ച് എല്ലാ പൗരന്മാർക്കും ജൂത, അറബ്, പലസ്തീനികൾ, മറ്റു ന്യൂനപക്ഷങ്ങൾ തുല്യ അവകാശങ്ങളുള്ള ഒരു മതേതര ജനാധിപത്യമായി മാറിയാൽ പാലസ്തീനികളുമായുള്ള സംഘർഷം കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് സയനിസ്റ്റ് ആശയത്തിന്റെ അടിസ്ഥാന തത്വത്തിന് തന്നെ ചോദ്യം ചെയ്യും. ഇപ്പോൾ ഇസ്രായേലിൽ തുല്യ അവകാശമുണ്ടെന്ന് വാദിക്കുന്നവർ പച്ചക്കള്ളന്മാരാണ് എന്നാണ് ഗ്രോക്ക് പറയുന്നത്. സൗദി അറേബ്യ, UAE, ബഹ്റൈൻ ഈ രാജ്യങ്ങൾ ഇസ്ലാമിന്റെ ഭരണഘടന അടിസ്ഥാനമാക്കി ഭരിക്കപ്പെടുന്നവയാണ്. സൗദി അറേബ്യയിൽ വഹാബിസം ഒരു മതരാഷ്ട്ര ശക്തിയാണ്. ഈ മത ഏകാധിപത്യ രാജ്യങ്ങൾ മതേതര ജനാധിപത്യങ്ങളായി മാറിയാൽ മതപരമായ വിഭജനവും അതിന്റെ പേരിലുള്ള
സംഘർഷങ്ങളും കുറയും. അമേരിക്കയുടെ പിന്തുണ നിർത്തുക. നിന്റെ വാദം അമേരിക്ക മതരാഷ്ട്രങ്ങൾക്ക് പിന്തുണ നൽകുന്ന നിർത്തിയാൽ പ്രായോഗികമായി സാധ്യമാണ്. പക്ഷെ അമേരിക്കയുടെ തന്ത്രപരമായ താല്പര്യങ്ങളെ അത് ബാധിക്കും. സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും പെട്രോൾ ഡോളർ സംവിധാനത്തിലൂടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ പിന്തുണക്കുന്നു. ഇസ്രായേലിന്റെ പിന്തുണ എന്നത് മേഖലയിൽ അമേരിക്കയുടെ സൈനിക രാഷ്ട്രീയ സ്വാധീനം നിലനിർത്താൻ സഹായിക്കുന്നു. അമേരിക്ക പിന്തുണ പിൻവലിച്ചാൽ ഈ രാജ്യങ്ങൾ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഇത് മതേതര ജനാധിപത്യത്തിലേക്ക് നയിച്ചേക്കാം. പക്ഷെ ഇത് അമേരിക്കയുടെ ആഗോള ആധിപത്യത്തിന് വെല്ലുവിളിയാകും. ആധുനിക മൂല്യങ്ങളും മതരഹിതരുടെ ഉയർച്ചയും. ജനാധിപത്യം, മതേതരത്വം, തുല്യത, മനുഷ്യാവകാശങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി മധ്യപൗരസ്ത്യ രാജ്യങ്ങൾ ഭരിക്കപ്പെട്ടാൽ മതവിഭാഗീയതയും ഏകാധിപത്യവും മൂലമുള്ള സംഘർഷങ്ങൾ കുറയാം. പരസ്പര ആലോചനയിലൂടെ തീരുമാനങ്ങൾ എടുക്കുന്നത് സമാധാനത്തിന് വഴിയൊരുക്കും. അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയെ പോലെയുള്ള മതരഹിത ചിന്താഗതിക്കാർ ഭൂരിപക്ഷമായാൽ മതത്തിന്റെ പേര് പറഞ്ഞുള്ള യുദ്ധങ്ങളും അടിച്ചമർത്തലുകളും കുറയും. ഉദാഹരണത്തിന് ട്യൂണീഷ്യയിൽ അറബ് വസന്തത്തിന് ശേഷം മതേതര ജനാധിപത്യത്തെ ശക്തികൾ ഭരണത്തിൽ സ്വാധീനം ചെലുത്തി. ഇത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് സ്ഥിരത കൊണ്ടുവന്നു. മിഡിൽ ഈസ്റ്റ് സുന്ദരഭൂമിയാകുമോ? എല്ലാ മതരാഷ്ട്രങ്ങളും ഏകാധിപത്യങ്ങളും ഇല്ലാതെ മതേതര ജനാധിപത്യം ഉയർന്നു വന്നാൽ മധ്യപൗരസ്ത്യം സമാധാനപൂർണവും സമരവുമായ ഒരു മേഖലയാകാൻ സാധ്യതയുണ്ട്. ചരിത്രപരമായി ഈ മേഖല സംസ്കാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രമായിരുന്നു. ബഗ്ദാദിന്റെ സുവർണകാലം 8-13 നൂറ്റാണ്ടുകൾ. വെല്ലുവിളികൾ. വിദേശ ഇടപെടൽ. അമേരിക്കയും മറ്റ് വിദേശ ശക്തികളും തങ്ങളുടെ താല്പര്യങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുമോ? ഒരിക്കലും തയ്യാറാകില്ല. പെട്രോളിയം സമ്പത്തിന്റെ നിയന്ത്രണം അവർ എളുപ്പം വിട്ടുകൊടുക്കില്ല. ആഭ്യന്തര പ്രശ്നങ്ങൾ. മതേതരത്വത്തിനെതിരായി മതതീവ്രവാദികൾ പ്രതിരോധം തീർക്കും. സിയാസുന്നി വിഭജനം പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയമെടുക്കും. സാമ്പത്തിക പരിവർത്തനം. എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥകൾ മാറ്റേണ്ടി വരും. അതുകൊണ്ട് കൂടുതൽ ആളുകളും എണ്ണ ഉപേക്ഷിക്കുക. കാരണം നിങ്ങൾ അനീതിയെയും അക്രമത്തെയും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എണ്ണ ഉപേക്ഷിക്കുക എന്നാണ് ഞാൻ ഒന്നും കൂടി പറയുന്നത്. എന്റെ വിലയിരുത്തൽ, നിന്റെ ആശയം മതരാഷ്ട്രങ്ങൾ ഇല്ലാതാവുകയും മതേതര ജനാധിപത്യങ്ങൾ ഉയർന്നു വരികയും ചെയ്താൽ മിഡിൽ ഈസ്റ്റ് സമാധാനം പൂർണ്ണമാകുമെന്നത് തീർച്ചയായിട്ടും സാധ്യമാണ്. അമേരിക്കയുടെ പിന്തുണ നിന്നാൽ മതേകാധിപത്യങ്ങൾ ദുർബലമാകും, മതരഹിത ചിന്തകൾ ശക്തിപ്പെടും. എന്നാൽ ഈ പരിവർത്തനത്തിന് വിദേശ ശക്തികളുടെ എതിർപ്പും ആഭ്യന്തര പ്രതിസന്ധികളും തടസ്സമാകും. നിന്റെ ദർശനം ഒരു സുന്ദരഭൂമി സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ്. പക്ഷെ അതിന് ജനങ്ങളുടെ ഐക്യവും ആഗോള രാഷ്ട്രീയ ഇച്ഛാശക്തിയും ആവശ്യമാണ്. ഇതുവരെ എത്ര പേര് കാണുമെന്ന് അറിയില്ല. എന്തായാലും കണ്ടവർക്ക് എൻ്റെ വീക്ഷണങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇതാണ് എൻ്റെ ലോക വീക്ഷണം. ഗ്രോക്കിനോടാണ് ചോദിക്കുന്നത്. ഗ്രോക്ക് എനിക്ക് അതനുസരിച്ച് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇസ്ലാമിനെതിരാണ്, അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരാണ്, ഇസ്രായേലിനെതിരാണ്, ഹൈന്ദവ തീവ്രവാദികൾക്കെതിരാണ്, ഹൈന്ദവതക്കെതിരാണ്. അങ്ങനെ മനുഷ്യരെ വിഭജിക്കുന്ന കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മനുഷ്യരെ ഏകോപിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആശയങ്ങൾക്ക് എതിരാണ്. മനുഷ്യരുടെ കാര്യങ്ങൾ മനുഷ്യർ പരസ്പരം ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. ദൈവം എന്ന പേരിൽ കള്ളമുണ്ടാക്കി, ദൈവത്തിന്റെ പേരിൽ കള്ളവചനങ്ങൾ ഉണ്ടാക്കി, കള്ളത്തിന്റെ മേൽ കള്ളമുണ്ടാക്കി ജനങ്ങളെ പറ്റിച്ച് ദൈവത്തിന്റെ ആളുകളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് തെറ്റാണ്. അതിന് ഞാൻ എതിരാണ്. ഏതെങ്കിലും വിഭാഗത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിന് പ്രത്യേക പുണ്യമുണ്ടെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യർക്ക് പ്രത്യേക പുണ്യമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അങ്ങനെയുള്ള ചിന്തകളെയും ചിന്താധാരയെയും ഞാൻ അനുകൂലിക്കുന്നില്ല. അതിനെല്ലാം ഞാൻ ശക്തമായിട്ട് എതിർക്കുന്നു. ഞാൻ മതം വിട്ടതുകൊണ്ടോ യുക്തിവാദിയായതുകൊണ്ടോ ഒരിക്കലും ഞാൻ മറ്റുള്ളവരെ ചൂഷണം ചെയ്യില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അമേരിക്കയിൽ ജനാധിപത്യം ഉണ്ട്. പക്ഷെ അമേരിക്കക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ആ ജനാധിപത്യം അമേരിക്ക അനുവദിച്ചു കൊടുക്കുന്നില്ല. ഇന്ത്യയെ കോളനി ആക്കിയിട്ട് ഭരിക്കുമ്പോഴും ബ്രിട്ടനിൽ ജനാധിപത്യം ഉണ്ടായിരുന്നു. ഈ വീഡിയോ ഇതുവരെ കാണുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് യുക്തിപരമായിട്ട് ചിന്തിക്കുക, ചൂഷണത്തിൽ നിന്ന് മുക്തമാക്കുക. നിങ്ങളൊരു മതജീവിയായാൽ നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടും. അതാണ് മിഡിൽ ഈസ്റ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, പാകിസ്ഥാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ലോകത്ത് മിക്കയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കള്ളങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക. കാരണം ഒരു ദൈവം എന്നുള്ള കളത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ പിന്നെ അതിന്റെ മേലെ പറയുന്ന കള്ളങ്ങളിലൊക്കെ നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ശരി.